Emotional beauty is a harmonious state of mind resonating with nature's essence. സ്നേഹം, അനുകമ്പ, സഹിഷ്ണുത, പങ്കിടൽ, കരുതൽ, ബഹുമാനം, സുതാര്യത, നിസ്വാർത്ഥത, നീതി, സമത്വം, ശുഭാപ്തി വിശ്വാസം തുടങ്ങിയ ഗുണങ്ങളാൽ സവിശേഷമായ മനസ്സിന്റെ സമഗ്ര അവസ്ഥയാണ് വൈകാരിക സൗന്ദര്യം. ആന്തരിക സമാധാനവും സന്തുലിതാവസ്ഥയും പ്രോത്സാഹിപ്പിക്കാനായി തന്നോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹം, അനുകമ്പ, സഹിഷ്ണുത, സഹാനുഭൂതി തുടങ്ങിയ ശുഭഗുണങ്ങൾ പരിപോഷിപ്പിക്കാൻ ശ്രദ്ധിക്കണം. സ്വന്തം വികാരങ്ങൾ, ചിന്തകൾ, പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധത്തിലൂടെ ഊനവികാരങ്ങൾ തിരിച്ചറിയാനും സുഖപ്പെടുത്താനും ശുഭാവസ്ഥ വളർത്താനും സ്വാവബോധം സഹായിക്കും. ഇടപെടലുകൾ ആത്മാർത്ഥവും സുതാര്യവുമാകാൻ ശ്രദ്ധിക്കുകയും ഭയമോ കാപട്യമോ ഇല്ലാതെ സത്യസന്ധമായും ആധികാരികമായും സ്വയം പ്രകടനമാകാനും ശ്രദ്ധിക്കണം. യോജിപ്പും സഹകരണവും വളർത്തിയെടുക്കുക വഴി ബന്ധങ്ങളിലും പ്രയത്നങ്ങളിലും സഹകരണ മനോഭാവം സ്വീകരിക്കേണ്ടതുണ്ട്. ജീവികളും പ്രകൃതിയും തമ്മിലുള്ള പരസ്പര ബന്ധം തിരിച്ചറിഞ്ഞ് ജീവിതകർമ്മങ്ങളെ പ്രകൃതി നിയമങ്ങളുമായി ചേർത്തുവച്ച് ജീവിതത്തിലും സമൂഹത്തിലും സന്തുലിതാവസ്ഥ, സുസ്ഥിരത, പുനഃസ്ഥാപകത്വം എന്നിവ നിലനിർത്താനുള്ള സമഗ്രമായ വഴി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നതാണ്. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. വൈകാരിക സൗന്ദര്യത്തിന്റെ 18 ചുവടുകൾ പൂർത്തീകരിക്കുന്ന ഇന്ന് വൈകാരിക സൗന്ദര്യം എന്തെന്ന് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് പ്രകൃതിയുടെ സത്തുണ്ടല്ലോ, സത്ത, അതുമായി ചേർന്നിണങ്ങി പോകാനുള്ള മനസ്സിന്റെ സമഗ്രമായ ഒരു സ്ഥിതിയാണ്, താളാത്മകമായ സ്ഥിതിയാണ് വൈകാരിക സൗന്ദര്യം എന്ന് പറയുന്നത്. സൗന്ദര്യം എന്ന പദം നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിലും അതെന്തെന്ന് നമുക്ക് മനസ്സിലാകാറില്ല. സൗന്ദര്യം എന്ന് പറയുന്നത് പ്രകൃതി ഒരു സത്തയ്ക്ക് നൽകുന്ന രൂപത്തിന്റെ, ക്രമീകരണത്തിന്റെ, അനുപാതത്തിന്റെ സുവർണ നിയമം പാലിക്കപ്പെടുന്നതിന്റെ അളവാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ തല ചെറുതും ശരീരം വളരെ വലുതുമായി കാണുമ്പോൾ നമുക്കതിനെ ഒരു കാർട്ടൂൺ കഥാപാത്രമായിട്ട് തോന്നുകയാണ് പതിവ്. കാരണം നമ്മുടെ മനസ്സിൽ ഇതിനു മുമ്പ് തന്നെ ഒരുപാട് മനുഷ്യരെ കണ്ട് ഇതാണ് ഇതിന്റെ രൂപം എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ആദ്യമേ കാണുന്ന ഒരു വസ്തുവില് അതിന്റെ അളവുകൾ അതിനു മുമ്പ് കണ്ടിട്ടില്ല എങ്കിൽ പോലും അത് ഏറ്റവും ശുഭകരമായ രീതിയിൽ ഒരു പ്രകൃതിയുടെ സുവർണ നിയമം പാലിച്ചുകൊണ്ടാണ് ക്രമീകരിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് മനസ്സിന് അതിന്റെ ഒരു രഞ്ജകത്വം തോന്നും. മനസ്സിന്റെ പ്രവർത്തന രൂപത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അതിൽ വ്യതിയാനം സംഭവിച്ചേക്കാം, ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചേക്കാം. പക്ഷെ നമ്മുടെ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ശാരീരിക, ജൈവിക പ്രവർത്തനങ്ങൾ, മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആൽഗരിതം എന്ന് പറയുന്നത്, ജീവൻ കൈക്കൊണ്ടിട്ടുള്ള ആൽഗരിതം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു സുവർണ നിയമത്തെ ആധാരമാക്കിയാണ്. അതിനോട് റെസൊനേറ്റ് ചെയ്യുന്ന എന്ത് കണ്ടാലും സുന്ദരമാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ സൗന്ദര്യത്തെ നമ്മൾ നിരീക്ഷിക്കുന്നത് ആ രൂപത്തിലാണ്, ആ രൂപത്തിലായിരിക്കണം, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് അതിന്റെ ക്രമീകരണം. നമ്മുടെ വികാരങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് മനസ്സിന്റെ കാലാവസ്ഥയാണ്, ശരീരത്തിന്റെ കാലാവസ്ഥയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കാലാവസ്ഥ പ്രകൃതിയുടെ സുവർണ നിയമത്തെ പാലിക്കാൻ പാകത്തിൽ ആണ് ഉരുവാകുന്നതെങ്കിൽ അതാണ് വൈകാരിക സൗന്ദര്യം. അതിനടിസ്ഥാനപരമായിട്ട് പ്രകൃതി കൽപ്പിച്ചിട്ടുള്ള പാരസ്പര്യത്തിന്റെയും ജൈവികതയുടെയും നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അവയെ നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനെ കരുതാം. ഒന്ന്, സ്നേഹം, ഇഴുകി വഴുകി ഒഴുകി പരസ്പരം കൂട്ടിമുട്ടാതെ പോകുവാനുള്ള
ഒരു 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 പ്രതിഭാസമാണ് സ്നേഹം എന്ന് പറയുന്നത്. അനുകമ്പ എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരിൽ കാണുക എന്നുള്ളതാണ്. തന്റെ ഒരു അവസ്ഥയെ മറ്റുള്ളവരിൽ കാണാനുള്ള ഒരു കഴിവാണ്, തുറവിയാണ്. സഹിഷ്ണുത എന്നുള്ളത് നാം ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മുന്നിൽ എത്തുന്ന കാര്യങ്ങളെ സ്വീകരിച്ച് കടത്തിവിടാനുള്ള കഴിവാണ്. ഞാൻ മാത്രമല്ല ഈ ലോകത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഉള്ളതെല്ലാം പങ്കിട്ടാണ് ഞാൻ കഴിയുന്നത് എന്നത് കൊണ്ട് തന്നെ ഞാൻ എനിക്കുള്ളതും പങ്കിടാൻ ബാധ്യസ്ഥനാണെന്നുള്ളതാണ് പങ്കിടൽ എന്നുള്ള ആ ഒരു മൂല്യം. എന്നെ പ്രകൃതി കരുതിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഞാനും ചുറ്റുപാടുള്ളതിനെ എല്ലാം കരുതലോട് കാണണം എന്നതാണ് അടുത്ത മൂല്യം. എനിക്ക് എന്നിൽ ലീനമായ മൂല്യങ്ങൾ ഉണ്ടെന്നുള്ളത് അപരൻ അംഗീകരിക്കുമ്പോഴാണ് എനിക്കിവിടെ നിലനിൽപ്പുള്ളത് എന്നത് ബോധ്യമാകുമ്പോ അതേപോലെ തന്നെ അപരന്റെ ലീനമൂല്യങ്ങളെയും കണ്ടറിയാനുള്ള സിദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് ബഹുമാനം എന്നുള്ളത്. അത് എല്ലാവരിലും ഉണ്ടാവില്ല. ഞാൻ എന്റെ യുക്തി കൊണ്ട് മറകൾ തീർത്ത് കപടതകൾ തീർത്ത് നിൽക്കുന്നതിന് പകരം ഞാൻ താളാത്മകമായി ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ പ്രകൃതിയുമായി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സത്യങ്ങളാണ്, എന്റെ പൂർണ്ണതകളാണ് എന്റെ സുതാര്യത എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്ന യൗക്തിക പരിധിക്കകത്ത് ജീവിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക്, വ്യക്തിപര ജീവിതത്തിന് പകരം എന്റെ കയ്യിലുള്ളതെല്ലാം, എന്റെ ഉള്ളിലുള്ളതെല്ലാം എല്ലാവർക്കും ഉള്ളതാണെന്നും എല്ലാം എല്ലാവർക്കും ഉള്ളതാണെന്നുള്ള തിരിച്ചറിവാണ്, ആ ബോധ്യമാണ് നിസ്വാർത്ഥത എന്നുള്ളത്. എല്ലാവർക്കും അത് കിട്ടണമെന്നുള്ള ആ ബോധ്യം തന്നെയാണ് നീതി. അത് തന്നെയാണ് സമത്വം എന്നുള്ളൊരവസ്ഥയും. സമത്വം എന്ന് പറയുമ്പോൾ ഒന്നിനെ ഒന്നുപോലെ ആക്കുകയല്ല സമത്വം. എന്നെ പോലെ തന്നെ അപരനും കരുതപ്പെടണം എന്നുള്ളതാണ് സമത്വം. അതിനെ പച്ചയ്ക്ക് പറഞ്ഞ സമമിതി എന്ന് പറയണം. ശുഭാപ്തി വിശ്വാസം, ഇതെല്ലാം ശരിയാം വിധം കണ്ടെത്തിയെടുക്കാനും ഇവയെല്ലാം ഉണർത്തിയെടുക്കാനും കഴിയുമെന്നുള്ള എന്റെ ഈ മൂല്യബോധ്യങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തുടങ്ങി ഇത്തരം ഗുണങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇത്തരം ഗുണങ്ങളെല്ലാം ചേർന്ന സവിശേഷമായ മനസ്സിന്റെ സമഗ്രമായ അവസ്ഥ. ഇതിലേതെങ്കിലും ഒന്നൊരിടത്ത് പൊങ്ങിയിട്ട് കാര്യമില്ല. ഒരു കൂട്ടം ആളുകളെ കാണുമ്പോൾ സ്നേഹം, മറ്റൊരു കൂട്ടത്തിനോട് അനുകമ്പ, വേറൊരു കൂട്ടത്തോട് സഹിഷ്ണുത, ഇതെല്ലാം സമഗ്രമായി സർവ്വസമയത്തും നമ്മിൽ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് വൈകാരിക സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത്രയും ഉണ്ടാകണമെങ്കിൽ, ഇതെല്ലാം ചേർന്ന് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ സുവർണ നിയമം, പ്രകൃതിയുടെ സുവർണ നിയമം കൃത്യമായും പാലിക്കപ്പെടണം. പ്രകൃതിയുടെ സുവർണ നിയമം പ്രകൃതിയിൽ പാലിക്കപ്പെട്ടിട്ടുണ്ട്. അത് എന്റെ യുക്തിയില്, എന്റെ ശരീരത്തില്, എന്റെ വികാരത്തില് അവിടെ നിറയുമ്പോഴാണ് ഈ ഒരു സൗന്ദര്യം നമ്മിൽ ഉണ്ടാവുക. അതിനായിട്ടുള്ള ചില വഴികളുണ്ട്. അതിലൊന്ന്, ആന്തരിക സമാധാനവും സന്തുലിതാവസ്ഥയും പ്രോത്സാഹിപ്പിക്കാനായി തന്നോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹം, അനുകമ്പ, സഹിഷ്ണുത, സഹാനുഭൂതി തുടങ്ങിയ ശുഭഗുണങ്ങൾ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കണം. അത് നമ്മുടെ ഈ വിദ്യാഭ്യാസ ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ പരിമിതിയാണ് നമ്മൾ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ പോവുക എന്നുള്ളത്, ഇൻഡിവിജ്വലിസ്റ്റിക് ലൈഫിലൂടെ പോകുക എന്നുള്ളത്. അവിടെ നമുക്ക് നഷ്ടമാകുന്ന ഒട്ടേറെ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളുടെ ഒന്നാണ് സ്നേഹം. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് മത്സരിക്കാനാണ്. മത്സരത്തിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മറ്റുള്ളവനോട് അനുകമ്പ കാണിച്ചാൽ അത് തനിക്ക് പണിയാകും എന്നുള്ള രീതിയിലാണ് സമൂഹം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം നമുക്ക് പാഠങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംസ്കാരത്തിന്റെ ബാക്കിപത്രമാണ്, അല്ലെങ്കിൽ ഒരു സംസ്കാരം നമ്മളെ പഠിപ്പിച്ചെടുത്തതാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എല്ലാവരെയും ഒരുപോലെ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മിലേക്ക് വന്നു വീഴും. സഹിഷ്ണുത എന്നുള്ളത് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. സഹാനുഭൂതി, ഈ ശുഭഗുണങ്ങൾ എല്ലാം പരിപോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഫാക്കൽറ്റീസ് അതിനനുസരിച്ച് പാകപ്പെടുകയാണ് ചെയ്യുക, അതിനനുസരിച്ച് അനുരൂപപ്പെടുകയാണ് ചെയ്യുക. അതൊരു ജ്ഞാനമാണ്, ജ്ഞാനസിദ്ധിയാണ്, അല്ലെങ്കിൽ സിദ്ധിക്കുന്ന ജ്ഞാനമാണ്. ഇത് തന്നിൽ ലീനമായിരിക്കുന്നത് ഉണർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വൈകാരിക സൗന്ദര്യത്തിനുള്ള പാകത്തിലായി തീരുക. സ്വന്തം വികാരങ്ങൾ, ചിന്തകൾ, പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധത്തിലൂടെ ഊനവികാരങ്ങളെ തിരിച്ചറിയാനും സുഖപ്പെടുത്താനും ശുഭാവസ്ഥ വളർത്താനും സ്വാവബോധം സഹായിക്കും. നമ്മളിവിടെ അറിയേണ്ടത് നമ്മളെക്കുറിച്ചാണ്, ഞാനെന്ന പ്രകൃതിയെക്കുറിച്ചാണ്. പ്രകൃതിക്കകത്ത് ഞാൻ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ബോധ്യത്തെക്കുറിച്ചാണ്. ഈ അറിവിനെയാണ് സ്വാവബോധം, സ്വയം അവബോധം എന്ന് പറയുന്നത്. ഈ സ്വാവബോധം ഉണ്ടാകുമ്പോഴാണ് സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുക. നമ്മളത് കഴിഞ്ഞ പാഠങ്ങളിലൂടെ നമ്മൾ പഠിച്ചാണ്. സ്വന്തം വികാരങ്ങൾ ഉണരുമ്പോൾ അവയെ തിരിച്ചറിയാൻ, ഐഡന്റിഫൈ ചെയ്യാൻ, അതെന്തെന്ന് മനസ്സിലാക്കാൻ.
ആ ഒരു ശേഷി, സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുക, അതുപോലെ തന്നെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ, പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തിരിച്ചറിയുക, അതിനകത്ത് മൂലവികാരങ്ങൾ ഉണരുന്ന സമയത്ത് അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ പോസിറ്റീവേറ്റ് ചെയ്യാനുള്ള, ശുഭീകരിക്കാനുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുക. അത് കടക്കണമെങ്കിൽ നമുക്ക് സ്വയം അവബോധം ഉണ്ടാകണം. ഞാൻ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ പ്രോസസ്സ്, എങ്ങനെ കടന്നു പോകുന്നു, എങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കും. അപ്പോ അതുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായും ഡെവലപ്പ് ചെയ്തു വന്നു. അതുപോലെ തന്നെയാണ് ഞാൻ എന്നുള്ളതിനും അപ്പുറത്ത് മറ്റൊരു കൂട്ടം ആളുകളുണ്ടല്ലോ, അതിനിടയിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അവയുമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്റെ ഇടപെടലുകൾ ആത്മാർത്ഥവും സുതാര്യവുമാകാൻ ശ്രദ്ധിക്കണം. ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്നത് എന്റെ ഉള്ളിലുള്ളതെന്തോ അത് തന്നെയാണ് അവരിലേക്ക് പകരേണ്ടത്. ഞാൻ അവിടെ എന്റെ യുക്തികൾ ഉപയോഗിച്ചുകൊണ്ട്, എന്റെ വ്യക്തിഗത ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് മറയിടരുത്. അങ്ങനെ എനിക്ക് ആത്മാർത്ഥവും സുതാര്യവുമാകാൻ കഴിയുന്ന സമയത്ത് ഭയമോ കാപട്യമോ ഇല്ലാതെ, ഒന്നുകിൽ ഞാൻ അതിനെ പേടിക്കുക, അല്ലെങ്കിൽ ഞാൻ അവരോട് മറച്ചു വെക്കുക, ഇതൊന്നുമില്ലാതെ സത്യസന്ധമായും ആധികാരികമായും സ്വയം പ്രകടനമാകാൻ നമുക്ക് കഴിയണം. നമ്മൾ ഒരാളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? ഞാൻ സത്യസന്ധമാകുമ്പോഴാണ്, ഞാൻ ആധികാരികമാകുമ്പോഴാണ്. ഞാൻ എന്റെ മൂല്യങ്ങളിൽ, എന്റെ സിദ്ധികളിൽ, എന്റെ ശേഷികളിൽ, എന്റെ ദൗത്യത്തിൽ, എന്റെ കർമ്മത്തിൽ ഞാൻ പൂർണ്ണമായിരിക്കുന്നു, എനിക്ക് അതിനെ തിരിച്ചറിയാമെന്നുള്ള അവസ്ഥയിലാണ് എനിക്ക് ആധികാരികമായിട്ട് നിലനിൽക്കാൻ കഴിയുക. അങ്ങനെ ആയിരിക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ആ ഇടപെടലിന്റെ സമയത്ത് യോജിപ്പുണ്ടാവണം. അവരോട് അനുരൂപപ്പെടാൻ എനിക്ക് കഴിയണം. അതാണല്ലോ എന്റെ ജ്ഞാനം. അനുരൂപപ്പെടാൻ എനിക്ക് കഴിയണം. അവയോട് സഹകരിക്കാൻ, സഹവർത്തിക്കാൻ എനിക്ക് കഴിയണം. ഈ യോജിപ്പും സഹകരണവും വളർത്തിയെടുക്കുക വഴി ബന്ധങ്ങളിലും പ്രയത്നങ്ങളിലും സഹകരണ മനോഭാവം സ്വീകരിക്കുക, എല്ലായിടത്തും സഹകരിക്കുക. ഞാൻ മുൻപോട്ട് പോകുന്നത്, ഞാനാണ് മുൻപിൽ, അല്ലെങ്കിൽ എനിക്കാണ് വേണ്ടത് എന്നതിന് പകരം സഹകരിക്കുക. ആ സഹകരിക്കുക, നിങ്ങളോട് സഹകരിക്കുന്ന ഓരോ വ്യക്തിയോടും നിങ്ങൾക്ക് ഉണ്ടാവുന്ന മനോഭാവം എന്തായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട് നിങ്ങൾക്കുള്ള മനോഭാവം എന്തായിരിക്കും? അയാളോട് നിങ്ങൾക്ക് സ്നേഹം തോന്നും, പ്രേമം തോന്നും. നിങ്ങളോട് നിസ്സഹകരിക്കുന്നവർ ആര് തന്നെയാണെങ്കിലും അവരോട് നമുക്ക് പ്രണയമുണ്ടെങ്കിൽ കൂടി അതില്ലാതെയാകും. അപ്പോ ഈ സഹകരണ മനോഭാവം നമ്മുടെ ഉള്ളിൽ വളർത്തിയേക്കുക, നമ്മൾ സഹകരിച്ചു കൊണ്ടേയിരിക്കുക. അവർ അത്തരത്തിലാകണമെന്ന് നിർബന്ധം പിടിക്കാതെയും ഇരിക്കുക. അതുപോലെ തന്നെ ജീവികളും പ്രകൃതികളും തമ്മിലുള്ള പരസ്പര ബന്ധം. പ്രകൃതി എന്ന് പറയുന്ന മഹാഗർഭപാത്രത്തിന്റെ ഒരു കോശമാണ് ജീവി എന്നും, ജീവിയുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പ്രകൃതിയുടെ ആവശ്യങ്ങളാണെന്നും, പ്രകൃതിയുടെ ആവശ്യങ്ങൾ ജീവിയുടെ ആവശ്യമാണെന്നും, ഇവ തമ്മിലുള്ള പാരസ്പര്യം നിരന്തരം നിലനിൽക്കുന്നു എന്നും, എപ്പോഴെങ്കിലും കണക്ട് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്നതൊന്നല്ല, അത് ഒരു ശരീരത്തിന്റെ രണ്ട് ഘട്ടങ്ങളായിട്ടുള്ള, രണ്ട് പ്രദേശങ്ങളായിട്ടുള്ള അവസ്ഥയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഡീപിക്കോളജി അതിന് നമ്മളെ വ്യക്തമായി സഹായിക്കും. അപ്പോ ജീവികളും പ്രകൃതിയും തമ്മിലുള്ള പരസ്പര ബന്ധം തിരിച്ചറിയണം. ജീവിത കർമ്മങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും പ്രകൃതി നിയമങ്ങളുമായി ചേർത്ത് വെക്കണം. കാരണം പ്രകൃതിക്കകത്ത് ചെയ്യുന്ന ഒരു കാര്യം പ്രകൃതിയുടെ നിയമത്തിന് പകരം ഞാൻ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള കുറച്ചുകൂട്ടം ആളുകൾ ഉണ്ടാക്കിയ നിയമങ്ങൾക്കനുസരിച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മുൻപോട്ട് പോകില്ല, ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു അവിടുത്തെ നിയമങ്ങളാണ് എനിക്ക് ബാധകം. ഞാൻ പ്രകൃതിയുടെ ഭാഗമായിരിക്കുമ്പോൾ, ഞാൻ പ്രകൃതിയുടെ അകത്തായിരിക്കുമ്പോൾ, പ്രകൃതിയുടെ നിയമങ്ങളെല്ലാം എന്നെ ചുറ്റി നിരന്തരം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ അതിനോടല്ലാതെ മറ്റെന്തിനോടാണ് യോജിക്കേണ്ടത്? അപ്പോ എന്റെ കർമ്മങ്ങളെല്ലാം പ്രകൃതി നിയമങ്ങളുമായി ചേർത്ത് വെച്ച് ജീവിതത്തിലും സമൂഹത്തിലും സന്തുലിതാവസ്ഥ, സുസ്ഥിരത, പുനഃസ്ഥാപകത്വം എന്ന് നിലനിർത്താൻ, സന്തുലിതാവസ്ഥ, പ്രകൃതി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സന്തുലിതമാക്കാൻ വേണ്ടിയാണ്. ആ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. സന്തുലിതാവസ്ഥയെ നമ്മൾ ആർജിക്കണം. അപ്പൊ അതിന് വേണമെങ്കിൽ നമ്മൾ പ്രകൃതി നിയമങ്ങളോട് ചേർന്ന് നിൽക്കണം. അതുപോലെ തന്നെ സുസ്ഥിരത. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്, നിലനിൽപ്പിലൂടെയാണ് പോകുന്നത്. ആ നിലനിൽപ്പ് എന്നുള്ളത് പകർന്നു കൊടുത്തു പോകുന്നതാണ്. അതിൽ മാറ്റങ്ങളും പരിണാമങ്ങളും ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും സുസ്ഥിരത എന്നുള്ളത് അതിൽ ലീനമായിട്ടുള്ള ഒന്നാണ്. ഈ മനുഷ്യന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഭസ്മാസുര ശാപം കിട്ടിയ പോലെ, തൊടുന്നത് ഭസ്മാവെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം തലയ്ക്ക് കൊണ്ടുവച്ചിട്ട് ഭസ്മമാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥ പോലെ നമ്മൾ ഈ സുസ്ഥിരതയുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിലനിൽപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമാകും. അതിന് പ്രകൃതിയുടെ, നമ്മളിപ്പോ ഒരു പകുതി വഴിയിലാണ് നിൽക്കുന്നത്. നമ്മൾ വല്ലാതെ ഇതെല്ലാം കറപ്റ്റ് ആക്കി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും നിർത്തിവെച്ചാൽ അത് പുനഃസ്ഥാപിക്കാനുള്ള ശേഷി ഈ അതിജൈവികതയ്ക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പോ സമഗ്രത, സന്തുലിതാവസ്ഥ, സുസ്ഥിരത, പുനഃസ്ഥാപകത്വം തുടങ്ങിയ കാര്യങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുക എന്നുള്ളതാണ്
പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ഈ ഇമോഷണൽ ബ്യൂട്ടി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ, ഇമോഷണൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മഹാശ്ചര്യത്തിന്റെ പ്രായോഗിക രീതി. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ മൂല്യങ്ങളും അവിടെ ഉള്ളതേ കഴിയും. അത് സ്വാഭാവികമായി ഉണരും. അവയുമായി ചേർന്നിണങ്ങി നമ്മൾ ജീവിക്കുന്ന സമയത്ത് അത് സാധ്യമാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു ക്രമത്തിലേക്ക് വന്നു ചേരാൻ ഈ പരിശീലനങ്ങളെല്ലാം തന്നെ, ഈ 18 ദിവസത്തെ ചുവടുകളെല്ലാം തന്നെ നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതുവഴി നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ മനസ്സും അതുപോലെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ചുറ്റുപാടും സുന്ദരമായ ഒരു പ്രാകൃതിക താളത്തിലേക്ക്, പ്രാകൃതിക നൃത്തത്തിലേക്ക് വന്നെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.